സമസ്തയ്ക്ക് കീഴിലുള്ള മദ്രസകൾ റമളാൻ മാസത്തിലെ അവധി കഴിഞ്ഞ് തുറന്നപ്പോൾ 12 ലക്ഷം കുട്ടികളാണ് അറിവ് നുകരാൻ മദ്രസകളിൽ എത്തിയത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി പ്രവർത്തിക്കുന്ന 10,771 മദ്രസകളിലെ 12 ലക്ഷം കുട്ടികൾ മദ്രസകളിലെത്തിയപ്പോൾ കുരുന്നു മക്കളെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് മദ്രസകൾ കേന്ദ്രീകരിച്ച് നടത്തപ്പെട്ടത്. നേരറിവ് നല്ല നാളേക്ക് എന്ന പ്രമേയത്തിൽ മിഹ്റാജാനുൽ ബിദായ എന്ന പേരിലാണ് ഈ വർഷത്തെ മദ്രസ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അവരെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അനുമോദിക്കുന്നതിനും പുതുതായി മദ്രസയിൽ എത്തുന്ന വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിനും പ്രത്യേകം ചടങ്ങുകൾ സംഘടിപ്പിച്ചുമാണ് മിഹ്റാജാനുൽ ബിദായ ഓരോ മദ്രസയിലും ആഘോഷിച്ചത്. പുതിയ അധ്യയന വർഷത്തിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് PK മൂസക്കുട്ടി ഹസ്രത്തും ജനറൽ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാരും ആശംസകൾ അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ റേഞ്ചിൽ പള്ളിക്കൽ ബസാർ ഹിദായത്തു സിബിയാൻ മദ്രസയിൽ സംഘടിപ്പിച്ച പള്ളിക്കൽ റേഞ്ച് തല പ്രവേശനോത്സവം സയ്യിദ് മുബഷിൽ ഹുദവി ഉദ്ഘാടനം ചെയ്തു. KPS ബാപ്പുട്ടി തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. റേഞ്ച് ജനറൽ സെക്രട്ടറി PK മുസ്തഫ യമാനി മുഖ്യപ്രഭാഷണം നടത്തി. SYS ജില്ലാ കൌൺസിലർ T അഹമ്മദ് ഹാജി, പള്ളിക്കൽ റേഞ്ച് മദ്രസ മാനേജ്മെന്റ് ജനറൽ സെക്രട്ടറി അഷ്റഫ് പൊയ്ലി, T അബൂബക്കർ ദാരിമി, KP ഉമർ ദാരിമി, K ആലിക്കോയ, K മജീദ് ഫൈസി, KT റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് ലഭിച്ച ഹിദായത്ത് സിബിയാൻ മദ്രസയിലെ വിദ്യാർത്ഥികളെയും മികച്ച പഠനത്തിന് കുട്ടികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും വേദിയിൽ ആദരിച്ചു. പള്ളിക്കൽ റേഞ്ചിലെ കോഴിപ്പുറം മഹലിൽ പ്രവർത്തിക്കുന്ന ഇല്ലിക്കൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിലെ പ്രവേശനോത്സവം കോഴിപ്പുറം മഹല്ല് പ്രസിഡന്റ് KPS കുഞ്ഞാവത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സദർ മുഅല്ലിം സൈദലവി ഫൈസി ചടങ്ങിൽ അധ്യക്ഷനായി. ന്യൂസ് പ്രഭാതം, പള്ളിക്കൽ.